തൃശൂർ ചാവക്കാട് തിരുവത്രയിൽ പ്രകമ്പനമുണ്ടായ സ്ഥലം ജിയോളജിക്കൽ വകുപ്പ് സന്ദർശിച്ചു. 2 ക്വാർട്ടേഴ്സിലെ ചുമരുകളിലാണ് പ്രകമ്പനത്തെ തുടർന്ന് വിള്ളലുണ്ടായത്. ചാവക്കാട് തഹസിൽദാർ TP കിഷോറിന്റെ നേതൃത്വത്തിലാണ് ജില്ലാ ജിയോളജിസ്റ്റ് സംഘം പരിശോധന നടത്തിയത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ ജിയോളജിസ്റ്റ് ഡോക്ടർ AK മനോജ് പറഞ്ഞു. കൊല്ലം ചടയമംഗലത്ത് ജഡായു ജംഗ്ഷനിൽ ഹെറോയിനും കഞ്ചാവുമായി അന്യസംസ്ഥാന സ്വദേശി പിടിയിൽ. 700 മില്ലിഗ്രാം ഹെറോയിനും 5 ഗ്രാം കഞ്ചാവുമായാണ് ആസാം സ്വദേശി റഫീഖുൽ ഇസ്ലാം പിടിയിലായത്. ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് AKയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മലപ്പുറം കൊളത്തൂരിൽ 5.820 ഗ്രാം MDMA-യുമായി 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് പുത്തനങ്ങാടി സ്വദേശികളായ ഷെബിൻ വർഗീസ്, ചള്ളപ്പുറത്ത് മുഹമ്മദ് റിൻഷാദ്, അബ്ദുൾ വദൂദ് എന്നിവർ. കൊല്ലം കരുനാഗപ്പള്ളി മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലം തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് BJP കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. പാലത്തിന്റെ ഇരുവശത്തും സ്ഥാപിച്ച ബാരിക്കേഡുകൾ മാറ്റിയും പാലത്തിലൂടെ മാർച്ച് നടത്തിയും പ്രതീകാത്മകമായി പാലം തുറന്നുകൊടുത്തു. മാർച്ച് BJP സംസ്ഥാന കമ്മിറ്റി അംഗം അജിമോൻ ഉദ്ഘാടനം ചെയ്തു. വഖഫ് ബോർഡ് ഭേദഗതി ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും ബില്ല് തിരുത്തണമെന്നും ആവശ്യപ്പെട്ട് PDP സംസ്ഥാന വ്യാപകമായി ബില്ല് കത്തിച്ച് പ്രതിഷേധിച്ചു. പൂഞ്ഞാർ മണ്ഡലം കമ്മിറ്റി ഈരാറ്റുപേട്ടയിൽ നടത്തിയ സമരം ജില്ലാ പ്രസിഡന്റ് നിഷാദ് നടക്കൽ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിറ്റ് ഇന്ത്യ ദിന സദ്ഭാവനാ യാത്ര നടത്തി. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ പാർക്കിന് സമീപത്ത് നിന്നും ആരംഭിച്ച പദയാത്ര മുനിസിപ്പൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സദ്ഭാവനാ ദിന സമ്മേളനം KPSTA സംസ്ഥാന സെക്രട്ടറി വർഗീസ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. അധ്യാപക സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനായാണ് യാത്ര നടത്തിയത്. കുന്നംകുളം തൃശൂർ റോഡിൽ കണ്ടെയ്നർ ലോറിയിൽ നിന്ന് ഇരുമ്പ് പൈപ്പുകൾ റോഡിലേക്ക് വീണു. മധുരക്കുളം റോഡിൽ നിന്ന് തൃശൂർ റോഡിലേക്ക് കയറുന്നതിനിടെ ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെയാണ് പൈപ്പുകൾ റോഡിൽ ചിതറി വീണത്. ലോറിക്ക് പിറകിൽ മറ്റു വാഹനങ്ങളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. വളർത്തുനായയുടെ നഖക്ഷതമേറ്റ വീട്ടമ്മ വിഷബാധയേറ്റ് മരിച്ചു. മരിച്ചത് തിരുവനന്തപുരം ചെന്തൂപ്പൂര് ചരുവിളാകം സ്വദേശി ജെയിനി. സംഭവത്തെ തുടർന്ന് നഗരസഭാ ജീവനക്കാർ പ്രദേശത്ത് ക്ലോറിനേഷൻ നടത്തുകയും ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു. കോട്ടയം പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ക്വിറ്റ് ഇന്ത്യ ദിനങ്ങൾ ആചരിച്ചു. കത്തിച്ച തിരികളും പ്ലക്കാർഡുകളും സടക്കോ പക്ഷികളുമായി കുട്ടികൾ സമാധാന റാലിയും നടത്തി. യുദ്ധവിരുദ്ധ ആശയങ്ങൾ ഉൾപ്പെടുത്തി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ പനി ബാധിച്ച് 6 വയസ്സുകാരൻ മരിച്ചത് ഓട്ടോ തൊഴിലാളിയായ ബിജുവിന്റെ മകൻ കാശിനാഥൻ. പനി ബാധിച്ച് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നു പുലർച്ചെയാണ് മരണം. വയനാട്ടിലെ ദുരന്തമുഖത്തെ കുട്ടികൾക്ക് ആശ്വാസമേകാൻ ബിഗ് ബോസ് താരം അശ്വിൻ വിജയ്. കുട്ടികൾക്കായി വ്യത്യസ്ത മാജിക് അവതരിപ്പിച്ചും രസിപ്പിച്ചുമാണ് അശ്വിൻ മടങ്ങിയത്. കളക്ടറേറ്റിൽ നടന്ന വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗിൽ പരിഗണിച്ച 60 പരാതികളിൽ 52 എണ്ണം തീർപ്പാക്കി. 8 എണ്ണം അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. പരാതികൾ പരിഗണിച്ചത് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ KM ദിലീപ്. പരിഗണിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ. വൃക്കരോഗികൾക്ക് സാന്ത്വനമേകി കുട്ടനാട്ടിലെ ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗൺ. ക്ലബിന്റെ നേതൃത്വത്തിൽ KC മാത്യു ഫൗണ്ടേഷന്റെയും ബിജു C ആന്റണി മെമ്മോറിയൽ ട്രസ്റ്റിന്റെയും സഹകരണത്തോടെ ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു. പരിപാടി ലയൺസ് ക്ലബ്ബ് ജില്ലാ ക്യാബിനറ്റ് ട്രഷറർ സുരേഷ് ജെയിംസ് വഞ്ചിപ്പാലം ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ വീട്ടുജോലിക്കാരി അറസ്റ്റിലായത് കോട്ടയം കാണക്കാരി സ്വദേശി മുത്തുലക്ഷ്മി. മധ്യവയസ്കയുടെ വീട്ടിൽ നിന്നും സ്വർണ്ണവളയും സ്വർണ്ണ മോതിരവുമാണ് മോഷ്ടിച്ചത്. പ്രതിയെ പിടികൂടിയത് ഏറ്റുമാനൂർ സ്റ്റേഷൻ SHO അൻസലിന്റെ നേതൃത്വത്തിലുള്ള സംഘം. തിരുവനന്തപുരം ധനുവച്ചപുരം പമ്പിനു സമീപമുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് കുന്നത്തുകാൽ സ്വദേശി അജികുമാർ സതിക ദമ്പതികളുടെ മകൻ അച്ചു. അപകടം നെയ്യാറ്റിൻകരയിൽ നിന്നും കുന്നത്തുകാലിലേക്കുള്ള യാത്രയിൽ ബൈക്ക് റോഡിലെ കുഴിയിൽ വീണ്. തിരുവനന്തപുരം പാറശാലയിൽ ലഹരിവേട്ട. കണ്ടെത്തിയത് 45 ഗ്രാം MDMA. സംഭവത്തിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിലായത് ചായ്ക്കോട്ടുകോണം സ്വദേശി ശ്രീജിത്തും മുട്ടത്തുറ സ്വദേശി അനുവും. MDMA എത്തിച്ചത് വിനോദസഞ്ചാരികളെ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താൻ.
ഇടുക്കി 6-ാം മൈലിൽ ബസ്സിൽ നിന്നും ഇറങ്ങിയ യുവാവ് കാൽവഴുതി കൊക്കയിൽ വീണു മരിച്ചു. മരിച്ചത് മൂലമറ്റം സ്വദേശി സുബിൻ. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ. വയനാടിനായി ഡിവൈഎഫ്ഐ ശൂരനാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ധനസമാഹരണത്തിന്റെ ഭാഗമായി ശൂരനാട് വടക്ക് ജനകീയ ഹോട്ടൽ ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷൻ തുകയും കൈമാറി. കളക്ഷൻ തുക ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താ ജെറോം ഏറ്റുവാങ്ങി. കൊല്ലം കടയ്ക്കൽ കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ കാൽവഴുതി വീണ് ഒരാൾക്കു പരിക്ക്. പരിക്കേറ്റത് ചിതറ സ്വദേശി അനിൽകുമാറിന്. അഗ്നിരക്ഷാസേനയെത്തി രക്ഷാപ്രവർത്തനം നടത്തി. തൃശൂരിൽ പിറന്നാൾ ആഘോഷത്തിനു സമ്പാദിച്ച പണം വയനാടിനായി നൽകി മാതൃകയായി വിദ്യാർത്ഥി. സംഭാവന നൽകിയത് റെജി റിനി ദമ്പതികളുടെ മകൻ റെയ്ഗൺ റെജി. സമ്പാദ്യമായ 2500 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്.